മുന്നൊരുക്കം പാളിയോ എന്നാണ് ചോദ്യം. ആൻഡ്രോഗസ്, ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് കേരളത്തിലെ മലയാളികളെ ഏകോപിപ്പിക്കുന്നതിൽ സർക്കാരും VD സർക്കാരും പരാജയപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലയാളിനെ സംബന്ധിച്ചിടത്തോളം മലയാളിയുടെ ഒരു സഹപ്രവർത്തകനോ ഒരു സഹോദരനോ ഒരു വിഷമം ഉണ്ടായാൽ അവർ ഒറ്റക്കെട്ടായി ഇറങ്ങുന്ന ഒരു ശീലമുണ്ട്. അത് ഇന്നും ഇന്നലെ നമ്മൾ കാണാൻ തുടങ്ങിയതല്ല. നമ്മൾ കോവിഡിൻ്റെ സമയത്തും ഓക്കിയുടെ സമയത്തും വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായ സമയത്തെല്ലാം അങ്ങനെയാണ്. അവർ ഏകോപിപ്പിച്ച് ആ പറയുന്ന സംവിധാനത്തിലേക്ക് ഇറക്കുകയും അവരതിന് ചിട്ടയായി ആ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്ന ശീലം മലയാളികളുടെ ഉള്ളിലുണ്ടായിരുന്നു. അത് കിട്ടാത്തതും അത് ചെയ്യാൻ പറ്റാത്തതിലുള്ള ഒരു വിമ്മിഷ്ടം കേരളത്തിലെ മലയാളികൾക്കുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആദ്യം പരാതി കേൾക്കാൻ ശ്രമിക്കൂ. ഇവർ പരാതി കേൾക്കാനേ ശ്രമിക്കുന്നില്ല. ഇവർ ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണ് എന്നുള്ള നിലയിലേക്ക് പോവാണ്. ഞങ്ങൾ പറയുന്നതാണ് ശരി, ഞങ്ങൾ പറയുന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം, നിങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ല എന്നുള്ള നിലയിലേക്ക് സർക്കാർ പോകുന്നത് ഒരിക്കലും ആശ്വാസകരമല്ല. ഇപ്പോൾ നോക്കൂ, ചങ്ങനാശ്ശേരി LP സ്കൂളിൽ എന്താണ് സംഭവം? ഇന്നലെ രാത്രി 9 മണിക്ക് വന്ന ക്യാമ്പാണ്. രാത്രിയിൽ ഫുഡില്ല, രാവിലെ ഫുഡില്ല, ഉച്ചയ്ക്ക് ഫുഡില്ല. ഉച്ചയ്ക്കും ഫുഡ് കിട്ടാതാവുമ്പോഴാണ് അവിടെയുള്ള ആൾക്കാർ മാധ്യമപ്രവർത്തകരെ ബന്ധപ്പെടുന്നത്. അവരോട് ചെന്ന് നോക്കിയിട്ട് എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. എല്ലാവരോടും ചോദിക്കുമ്പോൾ എന്താണ് അറിയുന്നത്? അവിടെ ഫുഡില്ല എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് രാവിലെ കിട്ടിയോ? ഞങ്ങൾക്ക് രാവിലെ പച്ചവെള്ളമാണ് കിട്ടിയെന്ന് പറയുന്നു. ദേഷ്യപ്പെട്ടൊരു മുത്തച്ഛി എന്താണ് പറയുന്നത്? ഞങ്ങൾ ചത്തു, നിങ്ങൾ നാളെ ഫുഡ് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ ജീവനോടെ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് എന്നുള്ള നിലയിലേക്ക് വല്ല പ്രതികരണം വരുന്നു. അവിടെ നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ അരമണിക്കൂർ ആരും വന്നില്ല കേട്ടോ. 45 മിനിറ്റ് ആരും വന്നില്ല കേട്ടോ. 45 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഒരു വില്ലേജ് ഓഫീസർ വരുന്നത് അല്ലേ? 45 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. 45 മിനിറ്റ് ഞാനപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞു, എന്താണ് നിങ്ങൾ ഒരാളുടെയോ രണ്ടാളുടെയോ ബൈറ്റ് എടുക്കരുത്, അവിടെ ഉള്ളവരെ മുഴുവൻ ബൈറ്റ് എടുക്കണം. കാരണം എന്തുകൊണ്ട് അറിയോ? അത് പെട്ടെന്ന് തിരിച്ചുവിടും. തിരിച്ചുവിട്ട് പറയുന്നത് നിങ്ങൾക്ക് എന്തോ പ്രത്യേക ലക്ഷ്യമാണ് എന്നുള്ളതല്ല. ഇപ്പോൾ പ്രത്യേകം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. റിപ്പോർട്ട് ചെയ്താൽ അപ്പോൾ പറയാം നിങ്ങൾക്ക് പ്രത്യേക ലക്ഷ്യമുള്ളതുകൊണ്ടാണ് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ആൾക്കാരുടെ ബൈറ്റ് എടുക്കുമ്പോൾ ആൾക്കാർ ഓരോരുത്തർ പറയുന്നതാണ്. അവർ തന്നെ ഈ പോയ റിപ്പോർട്ടർക്ക് അറിയില്ലല്ലോ അവിടെ 2 പാക്കറ്റ് റവയും ഒരു 2 കിലോ ഉള്ളിയും കുറച്ച് മുളകും കൊണ്ടുവച്ചത്, കുറച്ച് തക്കാളിയും കൊണ്ടുവച്ചത് റിപ്പോർട്ടർക്ക് അറിയില്ലല്ലോ. അവർ തന്നെ എടുത്ത് കാണിച്ചു കൊടുക്കുക, സാർ ഇതാണ് കൊണ്ടത്, എന്നിട്ട് നിങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിക്കും, നിങ്ങൾ വീട്ടിൽ അങ്ങനെയല്ലേ ഉണ്ടാക്കി കഴിക്കുന്നത് ചോദിക്കും. ശരി, ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ചോദിച്ചപ്പോൾ പറയാണ് ഞങ്ങൾ ഗ്യാസ് കുറ്റി കൊണ്ടുതരാം, പിന്നെ സ്റ്റൗ കൊണ്ടുതരാം എന്ന് പറയുന്നു. കുറച്ച് കഴിഞ്ഞപ്പം സ്റ്റൗവും ഗ്യാസ് കുറ്റി കൊണ്ടുവന്നപ്പോൾ ഗ്യാസ് കുറ്റി എടുത്തുകൊണ്ട് പോയി. അപ്പോൾ പിന്നെ ഈ റവയും രാവിലെ കൊണ്ടുവച്ച രാവിലെ ഭക്ഷണത്തിന് പകരം ഇവർ സ്വന്തം ഉണ്ടാക്കി കഴിക്കാൻ കൊണ്ടുവച്ച റവയും ഉള്ളിയാണ് അവിടെ ഇരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഉച്ചയ്ക്ക് ആ ഫുഡ് കൊണ്ടുവരുന്ന രംഗം ഒന്ന് കണ്ടു നോക്കണം. മനസ്സിലായി? 2:30 ആയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കിടപ്പ് രോഗിയുണ്ട്. ശ്രദ്ധിച്ചിരുന്നോ? ഒരു കിടപ്പ് രോഗിയുണ്ട്. നമ്മൾ അവരെ ബൈറ്റ് എടുത്തു. രാത്രി അവർ വന്ന് കിടക്കുകയാണ്, രോഗിയാണ്. അപ്പം ഇവർ പറയുന്ന ശൈലിയിൽ ഇവർക്ക് മരുന്ന് കഴിക്കണം, മരുന്ന് കൊടുക്കാൻ അവിടെ ആരെങ്കിലും ഉണ്ടോ? ഇപ്പം ഞാൻ ഫുഡിൻ്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. അവിടെ മരുന്ന് കൊടുക്കാൻ ഏതെങ്കിലും ഹെൽത്ത് ഇൻസ്പെക്ടറോ ആൾക്കാരെ നിങ്ങൾ ആരെയും കണ്ടോ? മരുന്നിനെക്കുറിച്ച് അവിടെ കേൾക്കുന്നുണ്ടോ? തലേ ദിവസം രാത്രി ഞങ്ങൾക്ക് കുറച്ച് ചോറ് തന്നു. ഒരമ്മ പറയുകയാണ് കുറച്ച് ചോറ് തന്നു. രാത്രി കുട്ടിക്ക് വിശന്നിട്ട് കുട്ടി അവൻ്റെ അധ്യാപകനെ വിളിച്ചു. അധ്യാപകൻ രാത്രി പഴവും ബ്രെഡും കൊണ്ടു കൊടുത്തു. അത് കഴിച്ചിട്ടാണ് ആ രാത്രി കുട്ടി കിടന്നതെന്ന് പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ദുരിതാശ്വാസ നിധി രാത്രിയിൽ വിശന്നിട്ട് കുട്ടിക്ക് കുറച്ച് ചോറ് കൊടുത്തു എന്ന് പറയുന്ന ഒരു അമ്മയുടെ അവസ്ഥ. ഇതിനെയൊക്കെ എന്താണ് പറയേണ്ടത്? ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. ഇതിങ്ങനെയാണ്. എന്നിട്ട് MLA വന്ന് പറയുന്നത് എന്താണ്? MLA ആദ്യം ഞാൻ വളരെ പോസിറ്റീവായിട്ട് ആദ്യം കണ്ടത് കേട്ടോ. ഞാൻ 10 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും എന്നാണ് ആദ്യം വിളിക്കുമ്പോൾ MLA നിങ്ങളുടെ വാർത്ത കാണുന്നുണ്ട്, ഞാൻ 10 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും എന്നുള്ളത്. ശരി, 10 മിനിറ്റ് വേണ്ട, 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് MLA അവിടെ എത്തിയത്. MLA അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്നുണ്ട് എങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞു കേട്ടോ അതാണ് ശരി. എന്നാൽ പിന്നെ നാട്ടുകാരെ പഠിപ്പിക്കാമെന്ന് വിചാരിക്കുക. ഇത് ചങ്ങനാശ്ശേരിയാണ്, ഈ ചങ്ങനാശ്ശേരി ഈ മാതിരി കളികളൊന്നും നടക്കില്ല. ചങ്ങനാശ്ശേരി അല്ല, കേരളത്തിൽ എവിടെയാണ് ഈ കളിയൊക്കെ നടക്കുന്നത്? കാരണം ഇത് മലയാളിയാണ്. മലയാളി ഇതിനേക്കാളും കൂടുതൽ പറയും. MLA റിപ്പോർട്ടർ പറഞ്ഞു തരാം, MLA പണിയെടുക്കുക, MLA എന്നാണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ അതെടുത്തിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് MLA ചങ്ങനാശ്ശേരിയിൽ ചട്ടം പഠിപ്പിക്കാൻ വന്ന റിപ്പോർട്ടർ ചട്ടം പഠിപ്പിക്കില്ലേ? കാരണം അവർ ഈ പണി തന്നെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ രാജ്യസേവനം തന്നെയല്ലേ? ഇതൊക്കെ ഈ MLA ചെയ്യുന്ന പണി തന്നെയാണ് അവിടെ റിപ്പോർട്ടർ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വിഷമങ്ങളും അവരുടെ പരാധീനതകളും ഒക്കെ ജനങ്ങളെ അറിയിക്കുകയാണ്, സർക്കാരിനെ അറിയിക്കുകയാണ്, മുഖ്യമന്ത്രിയെ അറിയിക്കുകയാണ്. അപ്പോൾ എത്ര MLA മാരെ വിളിച്ചു? നമ്മൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിളിച്ചല്ലോ. അദ്ദേഹം എന്ത് മാന്യമായിട്ടാണ് പെരുമാറിയത്, എന്ത് മാന്യമായിട്ടാണ് പറഞ്ഞത്? നിങ്ങൾക്ക് അവിടെ ഫുഡ് എത്തും എന്ന് പറയുന്നു. നിങ്ങൾ ഫുഡ് അവിടെ അല്ലെങ്കിൽ റിപ്പോർട്ടർ അവിടെ റിപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് അവർക്ക് ഫുഡ് കിട്ടുമോ? അവിടെ എത്തിയിട്ടുണ്ടോ? 2:30 എത്തിയിട്ടില്ലല്ലോ, 2:45 എത്തിയിട്ടില്ലല്ലോ.
ഇതാരാണ് ആദ്യം അറിയേണ്ടത്? അതാണ്. ഏകോപന ചുമതലയുള്ളവരാണ് അവിടെ അറിയേണ്ടത്. ഏകോപന ചുമതല ഇല്ല മാധു, അവിടെ ഏകോപനം ഇല്ല. ഏകോപനം ഉണ്ടെങ്കിലല്ലേ ചുമതലയുള്ള ആളെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ചുമതലയുള്ള ആളാന്ന് വന്നിട്ട് പറയുന്നത് അവർക്ക് ഈഗോയാണ് എന്നുള്ളത്. ഈ പറയുന്ന ഉടുതുണിയുമായി രാത്രി 9 മണിക്ക് ദുരിതാശ്വാസ ക്യാമ്പിൽ വരുന്ന സ്ഥലത്ത് അവരോട് പറയുക അവർക്ക് ഈഗോയാണെന്ന് പറയുന്ന ആൾക്കാണ് അവിടെ ചുമതലയുള്ളത്. ആ ചുമതല. പിന്നെ വേറൊരു കാര്യം, ഇത് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ MLA ആണല്ലോ അങ്ങോട്ട് വന്നത് അല്ലേ? ദുരിതാശ്വാസ ഈ പറഞ്ഞിട്ടില്ല, അവിടെ ഫുഡ് രാത്രി 9 മണിക്ക് തുടങ്ങിയ ഒരു ക്യാമ്പിൽ ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാവുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞു അരുൺ സാറേ, എന്താ പറയുക, 10,000 രൂപ കൊടുത്തൊരു കാര്യം. അവിടെ ക്യാമ്പിലേക്ക് 10,000 രൂപ കൊടുക്കുന്നുണ്ട്, അവിടേക്ക് ഇതിൽ തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ വേണ്ടി 10,000 രൂപ കൊടുത്തിട്ടുണ്ട്. 10,000 രൂപയ്ക്ക് കാലം പോയിന്നേ. ഞാനതാണ് ഇന്നലെ പറഞ്ഞത്. 15 രൂപയ്ക്ക് ഒരു ചായ കിട്ടുന്ന കാലത്താണ് 10,000 രൂപ 150 പേരും 200 പേരും നിൽക്കുന്ന ക്യാമ്പിലേക്ക് കൊടുക്കുന്ന അവസ്ഥ. അപ്പം കിട്ടുന്നതാണ് ഈ 1 കിലോ പിന്നെന്താണ് റവയും 2 കിലോ ഉള്ളിയും തക്കാളിയൊക്കെ. ഇത് വെച്ച് നിങ്ങൾ വെച്ച് കഴിച്ചോളൂ എന്നുള്ളതാണ്. നിങ്ങൾ സ്വന്തം വീട്ടിലാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ ജീവിക്കുന്നത് ചോദിക്കുകയാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ വന്നിട്ട്. അപ്പോൾ ഇതൊക്കെ ഇവരെങ്ങനെയാണ് ചോദിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പം ഒരു കാലത്തും ഇങ്ങനെയുള്ള അവസ്ഥകൾ ഈ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ കണ്ടതാണ്, നമ്മൾ ഇതിനൊക്കെ അതിജീവിച്ചതാണ്. നമ്മൾ ഇന്ന് 2018 കുറിച്ചുള്ള എന്തെങ്കിലും ഒരു വിഷമം നമുക്ക് ഇന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? ഓർത്തെടുക്കാൻ പറ്റില്ലല്ലോ. എല്ലാ കാര്യങ്ങളെയും നമ്മൾ അതിജീവിച്ചു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, 26 പേര് മരിച്ചു കേട്ടോ ഈ ദുരന്തത്തിൽ. ചെറിയ നമ്പറല്ല, 26 പേര് മരിച്ചു. ഇനിയും 2 പേരെ കാണാനുണ്ട്. 2 ആണോ 3 ആണോ എനിക്കറിയില്ല. 2 3 പേരെ കാണാനുണ്ട്. ഇനി 26 പേര് ഓൾറെഡി മരിച്ചു. അവിടെ ഇവിടെയാണ് എന്ന് വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? ഈ പറയുന്ന 4 ദിവസത്തെ കാര്യമാണ് പറയുന്നത്. 4 ദിവസത്തെ കേരളത്തെ പോലും കൊച്ചു സംസ്ഥാനത്ത് 26 പേര് മരിച്ചു. അപ്പം ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? രണ്ടാമത്തെ കാര്യം, വീടിൽ വെള്ളം കയറിയ കാര്യത്തെക്കുറിച്ച് മാത്രമാണ് ഈ പറയുന്നത്. വീടിൽ വെള്ളം കയറി മാത്രമല്ല, നിങ്ങൾ ആ ഏരിയയിലുള്ള കൃഷികൾ മുഴുവൻ നശിച്ചു പോയിട്ടുണ്ട്. കൃഷി മുഴുവൻ നശിച്ചുപോയി. കച്ചവടക്കാരുടെ കച്ചവട സംവിധാനങ്ങൾ മുഴുവൻ നശിച്ചുപോയി. ഇപ്പം ഇന്ന് പത്രസമ്മേളനത്തിൽ ഞാൻ കേട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലോൺ കൊടുക്കുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇവരൊക്കെ ഇതിനെ ലോൺ എടുക്കണ്ടേ? കാരണം ഇവരാരെങ്കിലും ചെയ്ത കുറ്റത്തിനാണോ ഈ പറയുന്ന വെള്ളം കയറി നശിച്ചു പോയത്? സിസ്റ്റം ശരിയല്ലാത്തതുകൊണ്ടും സിസ്റ്റം നല്ല രീതിയിലാവാത്തത് കൊണ്ടാണല്ലോ ഈ നാശനഷ്ടം മുഴുവൻ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിനൊക്കെ എന്ത് പ്രതിവിധിയാണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. ഈ പ്രതിവിധിയൊന്നും പറയുന്നുമില്ല, ഇത് ചെയ്യണം എന്ന് പറയുന്നില്ല. നഷ്ടപരിഹാരം എന്നുള്ളതല്ല, ഉപജീവന മാർഗം ഇപ്പോൾ അവര് കണ്ടുപിടിക്കണം. ഉപജീവന മാർഗം ഇതൊക്കെ പറയുന്നതിന് ഒരു ശൈലി സമയമുണ്ട് മാധു. നമ്മൾ ഈ കഷ്ടപ്പാട്ടിൽ ഒരു മനുഷ്യൻ അവൻ്റെ വിഷമതയിൽ നിൽക്കുന്ന സമയത്ത് അവരെ ട്രീറ്റ് ചെയ്യേണ്ടത് അങ്ങനെയാണ്. ഒരു വിഷമതയിൽ നിൽക്കുന്ന സമയത്ത് അവരെ ട്രീറ്റ് ചെയ്യേണ്ടത് അങ്ങനെയാണ്. നിങ്ങൾ അവർക്ക് ഇപ്പം എല്ലാം കൊടുക്കുമെന്ന് എന്താണ് നിങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റാതെ? നിങ്ങളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ മതി. ഞങ്ങൾക്ക് ഇവിടെ 418 ക്യാമ്പുണ്ട്. കേരളത്തിലെ മലയാളികൾ 418 ക്യാമ്പിലേക്ക് വേണ്ട സാധനങ്ങൾ എത്തിക്കാൻ നിങ്ങൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് സെക്കൻഡ് കൊണ്ട് കേരളത്തിലെ മലയാളികൾ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങളത് കണ്ടാൽ മതി. ഇതെല്ലാം ഞങ്ങൾ ചെയ്തു, ഞങ്ങളുടെ കയ്യിൽ ഇതിന് മുഴുവൻ സംവിധാനമുണ്ട്, ഞങ്ങളെല്ലാം ഏകോപിച്ചിരിക്കുന്നു എന്ന് വിടുവായിത്തരം പറഞ്ഞിട്ട് ഈ വിടുവായിത്തരം വിശ്വസിച്ചിട്ട് കേരളത്തിലെ മലയാളി നിന്നുപോയി. അത്രേ സംഭവിച്ചിട്ടുള്ളൂ. നിങ്ങൾ പണ്ട് ശ്രദ്ധിച്ച്, ഞാൻ കഴിഞ്ഞ 2 ദിവസം മുന്നേ ഒരു അമ്മ പറഞ്ഞത് കേട്ടല്ലോ, നമ്മൾ കഴിഞ്ഞ ഓണമായിരുന്നു ഇവിടെ, ദുരിതാശ്വാസ ക്യാമ്പിൽ ഓണമായിരുന്നു. കാരണം എന്താണ്? ഇഷ്ടംപോലെ സാധനങ്ങളായിരുന്നു, ഇഷ്ടംപോലെ ഡ്രസ്സായിരുന്നു, ഇഷ്ടംപോലെ സംവിധാനങ്ങളായിരുന്നു. ഇതൊക്കെ ഏകോപിപ്പിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. കുട്ടികളോട് കൊണ്ടുത്തരാൻ മാത്രം പറഞ്ഞാൽ മതി, ഞങ്ങളോട് വേണോ എന്ന് ചോദിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു എന്നൊക്കെ പറയും. ഇവരൊക്കെ എവിടെ പോയി? ഇവരൊന്ന് കേരളത്തിൽ നഷ്ടപ്പെട്ടു പോയോ? ഈ സംവിധാനത്തിലേക്ക് ഏകോപിപ്പിക്കുക. കാരണം എന്താ പറയുക, അവിടേക്ക് എത്താൻ കഴിയുന്നില്ല. അവർക്ക് എത്തുമ്പോൾ ആരോ തടയുകയാണ്. നിങ്ങൾ ഈ പറയുന്ന സംവിധാനത്തിൻ്റെ ഭാഗമാവേണ്ട, ഇതൊക്കെ സർക്കാർ നോക്കിക്കണ്ടും ചെയ്തോളും എന്നുള്ള നിലയിലേക്ക് ഒരു തടച്ചിൽ വന്നുകൊണ്ട് എല്ലാവരും എന്നാൽ ശരി നിങ്ങൾ ചെയ്തോ എന്നുള്ള നിലയിലേക്ക് മാറി നിൽക്കുന്ന രൂപത്തിൽ വന്നു. അതുകൊണ്ടാണ് ഇവിടെ ഒന്നും ആളെ കാണാത്തത്. എത്രയോ ആൾക്കാരാണ് ഇതിനുവേണ്ടി ചെയ്തെടുക്കാൻ നിൽക്കുന്നത്, എത്രയോ ആൾക്കാർ വേണ്ടി സന്നദ്ധരായി നിൽക്കുന്നു. ഞാൻ ഇന്നലെ ഒരു പത്തനംതിട്ടയിലുള്ള ഒരു ക്യാമ്പിനെ കുറിച്ച് കേട്ടു. കഴിഞ്ഞ വർഷം ഈ കഴിഞ്ഞ 2018 ദുരിതാശ്വാസ 1,45,000 കിലോ അരിയാണ് ഒരു റൈസ് മില്ലുകാരൻ കൊടുത്തത് അവിടേക്ക്. അതെല്ലാം ചാക്കുകളിൽ വന്ന അരി എല്ലാം 15 കിലോയും 20 കിലോയുള്ള കിറ്റുകളാക്കി എല്ലാ വീടുകളിലും എല്ലാ സംവിധാനങ്ങളും എത്തിച്ചു. ആ സ്ഥലങ്ങളിലൊക്കെ എത്തിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. അവർക്ക് വേണ്ട പച്ചക്കറി എത്തിച്ചു, അവർക്ക് വേണ്ട എണ്ണ എത്തിച്ചു, അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും, സോപ്പ്, ചീപ്പ്, കണ്ണാടി മുതലുള്ള സാധനങ്ങൾ മുഴുവൻ എത്തിച്ചു. ഇത് എത്തിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കൊരു ആത്മവിശ്വാസം വന്നു. ഞാൻ തിരിച്ചുപോയി പട്ടിണി കിടക്കണ്ട, തിരിച്ചുപോയി എൻ്റെ സംവിധാനത്തിന് തുടക്കത്തിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അത്യാവശ്യം പണം പല ആൾക്കാരും കൊടുത്തു. മനസ്സിലായി? നിങ്ങൾ അടുത്ത ദിവസങ്ങൾ ഏതെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലെങ്കിലും കണ്ടോ? ഒരു ദുരിതാശ്വാസപ്പെട്ട ഒരാൾക്ക് ഒരു സാധാരണക്കാരനല്ല ഒരു മലയാളി പൈസ ഇട്ട് കൊടുത്തതിനെ കുറിച്ച് കണ്ടോ?
കണ്ടില്ലല്ലോ. സാർ അത് എന്തുകൊണ്ട് കാണാത്തത് എന്തുകൊണ്ടാ? അവിടെ ഈ വിഷമമില്ലാതെ ഇതിന് ഏകോപിപ്പിക്കുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്. മലയാളികളെ ദുരന്ത മുഖത്ത് ഏകോപിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. സഹായം ചെയ്യുന്നവരൊക്കെ സഹായം പ്രശ്നമില്ല. സഹായങ്ങൾ ആരെങ്കിലും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ വേണ്ട എന്ന് പറയുന്നില്ല. ഏകോപനം ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഏകോപനം ഇല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? ഈ ഏകോപനത്തിന്റെ ഭാഗമായിട്ട് മാത്രമല്ലാന്നേ, ഇത് ജനങ്ങളിലേക്ക് ഇത് ഞങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് മാത്രം പറയരുത്. പക്ഷേ നിങ്ങളെല്ലാവരും ചെയ്യണം, നിങ്ങളെല്ലാവരും ഇറങ്ങി പ്രവർത്തിക്കണം എന്നാണ് പറയേണ്ടത്. നിങ്ങളെല്ലാവരും ഇറങ്ങി പ്രവർത്തിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, ഇവരെ ഏകോപിപ്പിച്ചിട്ടല്ലല്ലോ ഈ 2ാം നിലയിലുള്ളവരും 1ാം നിലയിലുള്ളവരൊക്കെ രാത്രി മാറ്റിയത്, ആണോ? അവിടുത്തെ ആൾക്കാർ തന്നെ, ചെറുപ്പക്കാർ തന്നെ ഓരോരുത്തർ. ഇപ്പൊ ഇന്നൊരു ചെറുപ്പക്കാരൻ മരിച്ചില്ലേ, സ്വന്തം രാജേഷ്, ആണ് ഞാൻ പറയുന്നത്. ഒരു സ്വന്തം ജാക്കറ്റ് ഊരി കൊടുത്തിട്ടാണ്. എന്തിനു വേണ്ടിയിട്ട്? സഹജീവികളോടുള്ള സ്നേഹം കൊണ്ടാണ്, മനുഷ്യ സ്നേഹം കൊണ്ടാണ്. ഇതൊന്നും മനസ്സിലാകുന്നില്ലാതെ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഞാൻ പറയുന്നത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നിങ്ങളിത് കേൾക്കണം, പരാതി കേൾക്കണം. ദുരന്ത മുഖത്ത് നിങ്ങൾ ആരും വന്നിട്ട് ന്യായീകരിക്കാൻ നിൽക്കരുത്. ദുരന്ത മുഖത്ത് അവർ ഇമോഷണലി പറഞ്ഞിട്ടുണ്ടാവാം, ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടുണ്ടാവാം, അവരോട് വിഷമം കൊണ്ട് പറഞ്ഞിട്ടുണ്ടാവാം, അവരുടെ അവസ്ഥ മനസ്സിലാക്കി പറഞ്ഞിട്ടുണ്ടാവാം. അവൻ ഏത് അവസ്ഥയിലാണെന്ന് അറിയില്ല. അവൻ ദേഷ്യപ്പെടുന്നതിനോ സങ്കടപ്പെടുന്നതിനോ നിങ്ങൾ അവർ ഈഗോയാണെന്നല്ല പറയുന്നത്. നിങ്ങൾ കേൾക്കണം. അത് മന്ത്രി ആയാലും കൊള്ളാം, ഈ പറയുന്ന ഉദ്യോഗസ്ഥനായാലും കൊള്ളാം, ഏകോപന ചുമതലയുള്ള ആളായാലും കൊള്ളാം, കളക്ടറായാലും കൊള്ളാം, ഒക്കെ കേൾക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒറ്റ കാര്യത്തോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ പുഴകളിലും തോടുകളിലും ഒക്കെ അവസ്ഥ എന്ന് പറയുന്നത്, കേരളത്തിലെ തോടുകളും പുഴകളൊക്കെ നിറഞ്ഞു 2018 ദുരന്തത്തോടു കൂടി തന്നെ നിറഞ്ഞു കവിഞ്ഞിട്ടുള്ളത്. പല പുഴകളും നോക്കിയാൽ പുഴ കാണാനില്ല, മഴക്കാലം കഴിഞ്ഞാൽ കാണാനില്ല, കരപ്രദേശമാണ്. പിന്നെ മഴ പെയ്യുന്ന സമയത്താണ് അതിൽ വെള്ളം ഒഴുകുന്നത് നമ്മൾ കാണുന്നത്. ഇതൊക്കെ ക്ലീൻ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിട്ടില്ലേ? ഇതൊക്കെ അതിക്രമിച്ചിട്ട് ഇതൊക്കെ എത്രയോ നാളുകൾ മുന്നേ ചെയ്യേണ്ടതാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? മാത്യു ടി തോമസും കൃഷ്ണൻകുട്ടിയും തമ്മിലുള്ള ഓഡിയോ പുറത്തു വരലും ചർച്ചയായിരുന്നല്ലോ. അന്ന് പറഞ്ഞത് എന്താണ്? ഈ പറയുന്ന തോട്ടപ്പള്ളി സ്പിൽവേ തുറന്നു വിട്ടത് KMRL-ന് കരിമണൽ ഖനനം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് എന്നുള്ളതാണ്. ഇപ്പൊ തുറന്നു വിടാത്തത് ഇപ്പൊ എന്തേ? പിന്നെ അത് ആ സംവിധാനത്തിന് വേണ്ടി തുറന്നു വിടാത്തതാണോ? അതാണോ? ഇപ്പൊ അതേ സെയിം ആരോപണം ഇപ്പോൾ ഉന്നയിച്ചാൽ എന്താണ്? ആരെങ്കിലും എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്ത സമയത്ത്, ജനങ്ങൾക്ക് ഉപകാരമുള്ള സ്ഥലത്ത് ഇത് മനസ്സിലാക്കിയിട്ടാണ് സജി ചെറിയാൻ ഈ പറയുന്ന 2 മാസം മുന്നേ 1.5 മാസം മുന്നേ അവിടെ ചെന്നത്. ഇന്നും തുറന്നു വിട്ടില്ല. മാധു, അതാണ് ഇപ്പൊ ഞാൻ പറയും. സജി ചെറിയാൻ 1.5 മാസം മുന്നേ എന്തിനാണ് ഈ സ്പിൽവേയിൽ പോയത്? ജി സുധാകരൻ എന്തിനാണ് തടഞ്ഞത്? ഇത് തുറന്നു വിടണം. റജി ചെറിയാൻ എന്തിനാ അവിടെ പോയത്? ഇപ്പൊ എന്തിനാ അന്ന് പോയി തുറന്നു വിടണം എന്ന് പറഞ്ഞല്ലേ? അന്ന് അത് ആ വിവാദത്തിൽ പോയി. എന്താണോ അതിൻ്റെ നല്ല കോഴ്സ്, ആ സംവിധാനം ആ വിവാദത്തിൽ നഷ്ടപ്പെട്ടു. ഇപ്പം അനുഭവിക്കുകയല്ലേ? അപ്പോൾ മന്ത്രിയെ പോലും വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ, മുഖ്യമന്ത്രിയെ വിളിച്ച് കിട്ടുന്നില്ലെങ്കിൽ, അപ്പോൾ ഇനി വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഞാനൊരു കാര്യം പറയാം. കറക്ഷനുണ്ട്. ആലപ്പുഴയുടെ ചുമതലയുള്ള എം ലിജു തിരിച്ചു വിളിച്ചിരുന്നു. അതായത് ഇത് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് റജി ചെറിയാനെ വിളിച്ചിരുന്നു എന്നുള്ളത് അല്പസമയം മുമ്പ് പറഞ്ഞു. നമുക്ക് വേണമെങ്കിൽ എം ലിജുവിനെ ടെലിഫോണിൽ കണക്ട് ചെയ്യാവുന്നതാണ്. അദ്ദേഹം റെഡിയാണ് സംസാരിക്കാൻ നമ്മളുമായി. ഓക്കെ. അല്ല, ഞാൻ പറയുന്നത് ഇത് പ്രതിപക്ഷ MLA അല്ല കേട്ടോ, ഇത് ഭരണപക്ഷ MLA ആണ്. അവരെ കംഫർട്ട് സോണിൽ നിർത്തേണ്ട ഉത്തരവാദിത്വം സർക്കാരിൻ്റെയാണ്, മുഖ്യമന്ത്രിയുടെയാണ്. എന്തെങ്കിലും അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഭക്ഷണം ദുരിതാശ്വാസ നിധി ക്യാമ്പിൽ കഴിക്കുന്ന ആൾക്കാർക്ക് ഈഗോയാണെന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ, മന്ത്രിമാർക്ക് ഈഗോയാണ്, MLA-മാർക്ക് ഈഗോയാണെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരുത്തേണ്ട കാര്യമില്ലല്ലോ. ഇത് പ്രതിപക്ഷ പാർട്ടിയുടെ ഒരു റിവെഞ്ച് കാണിക്കേണ്ട സ്ഥലമല്ലല്ലോ. ആണോ? അല്ലല്ലോ. കാരണം എന്താണ്? ദുരിതം നമ്മൾ മുൻപ് കണ്ടല്ലോ. സജി ചെറിയാൻ നിലവിളിക്കുന്നത് 2018 ഇലക്ഷൻ്റെ സമയത്ത്, അന്നേരം പ്രളയത്തിന്റെ സമയത്ത് നിലവിളിക്കുന്നത് നമ്മൾ കണ്ടോ? സജി ചെറിയോട് ആരെയും റിവെഞ്ച് തീർക്കാൻ പോയോ? നിങ്ങൾ CPM കാരനല്ലേ, CPM അല്ല ഭരിക്കുന്നത് എന്ന് ചോദിച്ചില്ലല്ലോ. അന്ന് ആ സംവിധാനം ഇറങ്ങി സജി ചെറിയൻ്റെ കൂടെ നിൽക്കുകയാണ് ചെയ്തത്. എല്ലാ സംവിധാനം സജി ചെറിയൻ്റെ ഒപ്പം നിന്ന് ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത്. അതേ ഒരു വിളിയാണ് ആര് വിളിക്കുന്നത്? ഈ പറയുന്ന റജി ചെറിയാൻ വിളിക്കുന്നത്. ആ റജി ചെറിയാൻ അതുപോലൊരു മറുപടിയാണ് അവിടുന്ന് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നതും. അത് കിട്ടാതിരിക്കുമ്പോഴാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നത് ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ള നിലയിലേക്ക് പറയുന്നത്. അപ്പം അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ആർക്ക് പറ്റണം? അത് സർക്കാർ പറ്റണം. അത് മറ്റിയാൽ മാത്രമാണ് ഒരു ഒരു ഏകോപനം ഉണ്ടായി എന്നുള്ളത് നമുക്ക്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് നേരത്തെ PR സുനിൽ പറഞ്ഞത്. റവന്യൂ വകുപ്പിന് സെക്രട്ടറി ഇല്ല. സർക്കാർ വന്നിട്ട് എത്രയായി? 90 ദിവസമാകാൻ പോവുകയാണ് അല്ലേ? 3 മാസമാകുമ്പോഴാണ്. റവന്യൂ വകുപ്പിന് സെക്രട്ടറി ഇല്ല. ഈ പറയുന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഓഫീസിൽ സെക്രട്ടറി ഇല്ല. ഇതാരാണ് പിന്നെ ഏകോപിപ്പിക്കുക? അപ്പോൾ ഇതിന് മുന്നൊരുക്കങ്ങൾ മുഴുവൻ നടത്തേണ്ടത് ആരാ? ഈ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട സെക്രട്ടറി അല്ലേ? അവരല്ലേ ഈ ഏകോപനം മുഴുവൻ നടപ്പിലാക്കേണ്ടത്. ആ സെക്രട്ടറി ഇല്ലെങ്കിൽ പിന്നെ എന്തായാലും മറുപടി പറയാൻ പറ്റുക? അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റിയ നല്ല
കാര്യത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. Meet the editors.